പ്രകൃതിയെ നേരിട്ടറിയാൻ അവസരമില്ലാതെ സ്കൂൾ ബസ്സുകളിൽ യാത്ര ചെയ്ത് പുസ്തകങ്ങളിൽ മാത്രം പച്ചപ്പ് കണ്ടിരുന്ന കുട്ടികളാണ് പമ്പാ തീരത്ത് ഒത്തുകൂടിയത്. മാരാമൺ നെടുപ്രയാറിൽ ഒരുക്കിയ ക്യാമ്പിൽ അവർ പ്രകൃതിയെക്കുറിച്ച് പാടി ആടി നാടകം കളിച്ചു. വരൾച്ചയെക്കുറിച്ചും പമ്പാ നദിയെക്കുറിച്ചും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്ന വിവരങ്ങളെ കുട്ടികൾ ആവേശത്തോടെയാണ് കേട്ടിരുന്നത്. പമ്പാ സംരക്ഷണവും പ്രകൃതി സംരക്ഷണവും മുഖ്യ വിഷയമായി. പമ്പാ നദി എന്ന് പറയുന്നത് നമ്മൾ കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു നദിയാണ്. എന്താ പമ്പാ നദിയെക്കുറിച്ച് വേറെ പറയുന്നത് എന്താണ്? എന്തെങ്കിലും പറയാം? പമ്പാ നദിക്ക് എന്തെങ്കിലും പ്രത്യേകത? പുണ്യ നദിയാണ് അല്ലേ? സിനിമാ പാട്ടൊക്കെ ഉള്ളത് കേരളത്തിലെ. എന്തോ പമ്പാ നമ്മുടെ പുണ്യ നദി എന്ന് പറഞ്ഞാൽ പാട്ട്. ഈ പമ്പാ നദി എവിടെ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് അറിയാമോ? ശബരിമല കാടുകളിൽ നിന്നാണ്. ഇവിടെ എഴുതി വച്ചിരിക്കുന്ന പശ്ചിമഘട്ട ശരിക്കും പശ്ചിമഘട്ടത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. പശ്ചിമഘട്ടത്തിൽ ഒരു പ്രദേശത്തു നിന്നല്ല ഈ നദി ആരംഭിക്കുന്നത്. നദി ആരംഭിക്കുന്ന ഒരുപാട് നീർച്ചോലകൾ, ഒരുപാട് തോടുകൾ, ഒരുപാട് കൈവഴികൾ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഒരു നദി രൂപം കൊള്ളുന്നത്. വരും തലമുറയെങ്കിലും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് പരിസ്ഥിതി പ്രവർത്തകനായ ബാബു ജോൺ പറഞ്ഞു. പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കണമെന്നുള്ള പ്രതിജ്ഞയോടുകൂടി പ്രവർത്തിക്കുന്ന പശ്ചിമഘട്ട സംരക്ഷണ സമിതിയാണ് ഇത്തരത്തിലൊരു ക്യാമ്പ് നിങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സത്യത്തിൽ നിങ്ങൾക്ക് വേണ്ടിയല്ല ക്യാമ്പ് സംഘടിപ്പിക്കേണ്ടത്, മുതിർന്നവർക്ക് വേണ്ടിയാണ്. ഇത് നശിപ്പിക്കുന്നതിൽ നിങ്ങൾക്കൊരു പങ്കുമില്ല. മുതിർന്നവരാണ് ഇത് നശിപ്പിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ള മുതിർന്നവരാണ്, അവരോടാണിത് പറയേണ്ടത്. പക്ഷെ അവരോട് എത്ര പറഞ്ഞാലും അതിന് വലിയ പ്രയോജനങ്ങളിലും നല്ല പ്രയോജനങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ട്. പക്ഷെ എന്നാലും നിങ്ങളോടാണ് ഈ സമരം ഏറ്റെടുക്കേണ്ടത്. നിങ്ങളാണ്, ഭാവിയിലെ സമരമാണ്. 40ഓളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. തത്സമയ നാടകം, പാട്ട്, കഥകൾ എന്നിവയെല്ലാമാണ് ഏകദിന ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരുന്നത്. മധ്യവേനലവധിക്ക് കുട്ടികളിൽ പ്രകൃതി അവബോധം സൃഷ്ടിക്കുന്നതിനായി സംഘടിപ്പിച്ച പച്ചിലത്തുമ്പികൾ കുട്ടികൾക്കും പുതിയ അനുഭവമായി മാറി. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.